ഓവർ ആക്ട് ചെയ്യുന്നവർക്കും ഓവർ എക്സ്പ്രഷൻ ഇടുന്നവർക്കും ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല ഇത്. പിന്നെ പാർക്കെല്ലാം കാണിച്ചു ബണ്ടി പോന്നല്ലോ അതിനൊക്കെ ഇത്ര കടുപ്പ് മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശി. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. കമന്റില് ചലഞ്ചിങ് വീഡിയോ പ്രതീക്ഷിക്കുന്നു, ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം. കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ റൊട്ടൈൻ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മൾ വരുന്നത് പോകുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കുക്കിംഗ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചലഞ്ച്, പിന്നെ താട്ടുകൂട്ട് 1-2 വീഡിയോ. അതാണ് നമ്മളെ ഒരു റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മൾ ആ ചലഞ്ചിങ് വീഡിയോ നമ്മൾ ഏതായാലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ റെഡിയായി നിൽക്കുന്നുണ്ട്. ആരും ഇതുവരെ ചെയ്യാത്ത ഒരു ചലഞ്ചിങ് വീഡിയോ ആണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ചെയ്ത് എല്ലാവരും പണ്ടാറടങ്ങിയ ഒരു സാധനമാണ്. നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒന്നും കൂടി ചെയ്യുന്നത്. കാരണം നമുക്ക് പുതിയതായിട്ട് കണ്ടുപിടിക്കാനൊന്നുമില്ല. ആരെല്ലോ ചെയ്യുന്നത്. ചലഞ്ചിന്റെ പേരാണ് ആമി. എന്നാ നമ്മളെ ചലഞ്ചിന്റെ പേര് എന്തലാസ്. ഞാൻ ചിരിക്കുകയാണ്, ഞാൻ പറയില്ല, നീ പറഞ്ഞു കൊടുത്തോ. തെറിപ്പിക്കല്ല, ഒന്നും കൂടി പറയാം. അങ്ങനെ എന്തോ ഒരു പേരില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും നടക്കു പോകുന്ന കേസല്ല. നമ്മള് സിനിമേന്റെ പേര് പറയും, കാണിച്ചിട്ട് സിനിമ പേര് പറയാം. ഒരാൾക്ക് സംഭവം. അപ്പൊ നമുക്ക് അത് അങ്ങനെ എന്തോ ആയിട്ട് കാര്യമില്ല. അത് പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് പറയണം. എല്ലാം പിന്നെ പറയരുത് അല്ലെ. ഞാൻ പറഞ്ഞ പോലെ പച്ച മലയാളത്തിൽ പറയണോ. അപ്പൊ എന്തായാലും നമുക്ക് അവരെല്ലാം ഒരുങ്ങുന്നുണ്ട്, മേക്കപ്പ് ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഉള്ള പോലെ മതി എന്നാണ്. അയ്യോ അത് പറ്റൂല എന്നാണ് എന്നിട്ട് യേശു റെഡിയായിരാ. അടുക്കളയിൽ നിന്ന് വീണ്ടും മരങ്ങത്തേക്ക് ജൂനിയർ കൊടുത്തു. വരുന്നുണ്ട് നമ്പർ 2. ഒരു ഇവിടുത്തെ ബീജം വന്നാടാ. അപ്പൊ എണ്ണാത്ത ആള് എത്തി. അപ്പൊ മത്സരത്തിന് റെഡിയല്ലേ? അപ്പൊ നമ്മളിനി പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്കറിയാം അങ്ങേയറ്റം ബഗിഡ് കളിയിരിക്കുന്നു നമ്മളത് മൊത്തത്തിൽ. അതുകൊണ്ട് നിങ്ങളെ കണ്ടോ, നിങ്ങൾക്കറിയാം എന്തായാലും ഗെയിം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും ഇതില് കഴിവുള്ളവരാണ് ജയിക്കുക. കാരണം ഇത് അഭിനയിച്ച് വലിപ്പിച്ച് സിനിമ പേര് പറയിപ്പിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഓവർ ആക്ട് ചെയ്യുന്നവർക്കും ഓവർ എക്സ്പ്രഷൻ ഇടുന്നവർക്കും ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല ഇത്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിങ്ങൾ കാണുമല്ലോ ഓവർ ആക്ടിങ് ആരതായിരിക്കും. ഞാൻ എന്നും ആ ഒരു മിതമായ എന്റെ ഒരു ലെവൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് ഏതായാലും എങ്ങനെയാണ് സെറ്റപ്പ് ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് ഇപ്പൊ എങ്ങനെയാണിത്, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എങ്ങനെ അത് പ്രശ്നമില്ല. നമുക്ക് എങ്ങനെ ആയി കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും. നമുക്ക് വേറെ എടുത്തുതരാന്നല്ലോ. ഒരു സ്റ്റാൻഡും ഉണ്ട്, ഒരു ക്യാമറയും ഉണ്ട്. നമ്മൾ തന്നെ ഇതിൽ തുള്ളേ പോകണം, നമ്മൾ തന്നെ പോകണം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാട്. ഒരു ചലഞ്ച് വീഡിയോ, അതൊരു രസത്തിന് നമ്മൾ എടുക്കുന്നതാണ്. അപ്പം പറഞ്ഞല്ലോ സിനിമേന്റെ പേര്. നമ്മളൊരു ടീം. ഗെയിം ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അതിന് കെട്ടിപ്പിടിക്കണമെന്നില്ല. നമ്മൾ പിന്നെ പണ്ടേ അങ്ങനെ ശീലമായിപ്പോയി. അപ്പൊ നമ്മൾ രണ്ടാളും ഒരു ടീം, ഇവർ ഒരു ടീം. അങ്ങനെയാണല്ലോ. ഒരു ടീമിലെ ഒരാളെടുക്ക സിനിമ പേര് പറഞ്ഞു കൊടുത്തിട്ട് ആ ടീമിലുള്ള മറ്റേ ആൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണല്ലോ ഗെയിം. അങ്ങനെയാണ് ഗെയിം. അല്ലടോ, എന്നാലും നമ്മൾ ഗെയിം ആകുമ്പോ പറയണ്ടേ? അപ്പൊ ഫസ്റ്റ് ചാൻസ് ആയിരിക്കാം. എങ്ങനെയാന്ന് പറ. ഫസ്റ്റ് എല്ലാം നിന്റെ ഇഷ്ടം. കാരണം തോക്കുന്നവര് അങ്ങനെയല്ലോ കൊടുക്കുകയാണ്. അതുകൊണ്ട് അനിയനായിട്ട് തുടങ്ങിക്കോ. വലിയൊരു ടാസ്കാണ്. എന്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതായാലും ആ തിരക്കിനിടയിലും ആ ഒരു അമ്മ ഉണർന്ന് എന്റെ എച്ചൂടനെ ഉറക്കാന്ന് തൊട്ടിലേക്ക് തൊട്ടിലുണ്ട്. ഞാൻ ഉറക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല നിങ്ങളെ ഉറങ്ങും. നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്നോ. നിങ്ങൾ അപ്പൊ സ്ക്രീനിൽ ഇവർ രണ്ടാളും മാത്രമേ ഉണ്ടാവും. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് മാറി നിൽക്കും. പറഞ്ഞു കൊടുക്കുന്നവരെ നമ്മളും ഉണ്ടാവും. ഇപ്പോൾ സിനിമേന്റെ പേര് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകാണ്. രാക്ഷസ രാജാവ്. ഓക്കെ അല്ലേ? നടന്നോ? വിട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. 3 മിനിറ്റ് മാക്സിമം. പറയാനല്ല, മുക്കിയിട്ട് മീശ പറ്റും, എന്നെ കൊണ്ട് പറ്റും. അതോ പണ്ടേ അങ്ങനെയാണല്ലോ.
നീ അങ്ങനെ ഞാൻ പറയുന്ന കഥക്കല്ല ഇവിടെ എവിടെയാ പോകുന്നു. നോർമൽ സിനിമയായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലത്തെ അനക്കും പറഞ്ഞു തരണം കേട്ടില്ല. ഇത് വലിയ സംഭവം ഒന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തത് ആദ്യത്തെ തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അവരും അതുപോലെ പറഞ്ഞു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊക്കെ ഇത്ര കടുപ്പുള്ളതായാലും അഭിനയത്തിന്റെ കാര്യത്തിൽ എന്ന് വിചാരിച്ചിട്ട് അർത്ഥം വരെ മനസ്സിലാവാത്ത സിനിമയുടെ പേരൊന്നും പറയുന്നത്. ഇതേപോലുള്ള കൊച്ചു കൊച്ചു സിനിമകൾ പറഞ്ഞു കൊടുക്കുക പോയിട്ടുണ്ട്. ഇങ്ങോട്ട് കേൾക്കുന്നോ നോക്കണേ ചെയ്ത് വെച്ചിട്ട് ഇത് എന്ത് കേട്ടോ. ഇങ്ങോട്ട് വാ. പറയടാ. ആലീസ് ഇൻ വണ്ടർലാൻഡ്. ഞാനിത് എങ്ങനെയാടാ ഈ നേരം കാണിച്ചു കൊടുക്കുക? കാണിച്ചു കൊടുക്കടാ. കാണിച്ചു കൊടുക്കും. തുടങ്ങി. എത്ര സമയം പറഞ്ഞേ? മാക്സിമം 2 മിനിറ്റ് നോക്കാം നമുക്ക്. ആ വായ തുറക്കറ്. ഹനുമാന്റെ ലങ്കാതകനം എന്നാ ആ 3-ാം മുറ. ആ അമ്പോ ബാബാവിനെ നീ മുമ്പിൽ നിൽക്കല്ല, നീ അപ്പുറം നിൽക്കും. ഇത് കള്ളക്കളി കളിക്കുന്നുണ്ട്. ഫസ്റ്റിലത്തെ പറഞ്ഞു കൊടുക്കടാ. സിമ്പിൾ അല്ലേ? ഒച്ചത്തി പറ. നിങ്ങൾ ഒച്ചത്തി പറയണേ. ഇത് ഇപ്പം തന്നെ അഭിനയിക്കാൻ ഇല്ലടോ. 2 മിനിറ്റ് ആയാ? അല്ല എന്നെ ഇത്ര സമയം എടുത്തില്ല ഞാൻ. ഇല്ലല്ലോ. എനിക്ക് ആ സിമ്പിളല്ലേ. അയ്യോ പിന്നെ ഇത് അഭിനയിക്കാൻ ഇല്ലാത്ത സാധനം. അഭിനയിക്കാനല്ലോ ഉണ്ട്. പേരാണ്. പേരിൽ അഭിനയിക്കാൻ കഴിയോ? അതെല്ലാം സുഖായിട്ടാവും. ഐസ്ക്രീം വരട്ടെ. കഴിഞ്ഞില്ലടാ, സമയം കഴിഞ്ഞില്ല. അത്രയൊരു സമയം കൊടുക്കാവൂ. പിന്നെ കഴിഞ്ഞ് സമയം കഴിഞ്ഞാ ഇത്ര സമയമല്ലേ കൊടുക്കാൻ പറ്റും. നമ്മളെന്തായാലും ഇത്ര സമയം നമ്മൾ എടുത്തിട്ടില്ല. അടുത്ത സിനിമ ഞാൻ എനിക്ക് പറഞ്ഞു ലോകത്ത് കിട്ടാൻ ഇത്ര സമയം നമ്മൾ എന്തായാലും എടുത്തിട്ടില്ല. ഇവന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ ആർക്കും അഭിനയിക്കാൻ പറ്റാത്തൊരു സിനിമയുടെ പേരോടോ. ഗെയിമിനൊരു മര്യാദയിലൂടെ ഒരു പറയേണ്ടത് ഒരു അഭിനയിക്കും. അടുത്തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം. വണ്ടർലാക്കാൻ ഞാൻ എനിക്ക് പാർക്കെല്ലാം കാണിച്ചു തന്നെ. വണ്ടി പോകുന്നല്ലോ. അതല്ലേ പറയുന്നത്. നിങ്ങന്നോ സായി അങ്ങ് കണ്ടിട്ടുണ്ടെങ്കിലോ അവൻ അതുപോലെ നിഴല് കിട്ടിയിട്ട് അവൻ കണ്ടുപിടിക്കുക. കേക്കട്ടെ, ഇതോൻ കേട്ടുന്നാ തോന്നുന്നു. വായി തുറക്കറ് നീ. ആ പല്ല് കാണിക്കാം. ഒരക്ഷരം, ഒരൊറ്റ വേർഡ്, 1.5 പകുതി. കഴുത്തറുത്ത് കളിയും. അര അരവിന്ദൻ. ഓക്കെ ഭ്രാന്തായി. അന്ധൻ. കണ്ണു കാണില്ല. ബ്ലൈൻഡ്. മുത്തശ്ശി നല്ല പോന്നെ. നല്ല പോന്നെ ആര്? കള്ളൻ. കള്ളൻ കപ്പലിൽ തന്നെ. അരക്കള്ളൻ മുക്കാക്കള്ളൻ. കഴിവ് കണ്ട നീ. അങ്ങനെയുള്ള സംഭവം അടുത്ത പറയണ പേര്
സംഭവം കണ്ടില്ലേ എനിക്ക്? നീ കണ്ടില്ലാടാ? ആർക്ക് ഈ കണ്ണുപൊത്തി എന്തിനാണ് കള്ളഞ്ഞി? കള്ളന്മാരങ്ങനെ നിരീക്ഷണം വേണം, നിരീക്ഷണ പാഠവും വേണം. അത് മനസ്സിലാക്കാനും ബുദ്ധി കുറവ് വേണം, പറഞ്ഞു കൊടുക്കാനും ബുദ്ധി കുറവ് വേണം. അതുകൊണ്ടാണ് രണ്ടാൾക്കും വേഗം കിട്ടിയത്. അല്ല അഭിനയിക്കാൻ പറ്റുന്ന തന്നെ കൊടുത്തേട്ടാ. ഇവർക്ക് അധികം ടാസ്കുകളെ കൊടുക്കാൻ നിൽക്കണ്ട. കാരണം ഇവർക്കൊന്നും അഭിനയിച്ചിട്ട് ഫലിപ്പിക്കാൻ ആകുന്നില്ല. പരമാവധി സിമ്പിൾ കൊടുക്കണം. ആ സിമ്പിൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന പോയി പറഞ്ഞു കൊടുക്കല്ലേ. അതില്ല. രണ്ട് വാക്കേ ആയുള്ളൂ. രണ്ടെണ്ണം ടോട്ടൽ. ഓക്കെ, രണ്ടാമത്തേത് പറ. നക്ഷത്രം. രണ്ടാമത്തെ നക്ഷത്രം. ഒന്നാമത്തെ 1, 2, 3 നക്ഷത്രണ്ണി. പോലീസ് ഇടിച്ചിട്ട് നക്ഷത്രണ്ണി. അങ്ങനെ രണ്ടാമത്തെ നക്ഷത്രം. 2 പോയിട്ട് വന്നേരം നക്ഷത്രണ്ണി. നക്ഷത്ര ദീപം. നക്ഷത്ര ദീപങ്ങൾ തെളി. നക്ഷത്രം മുമ്പിൽ ഇനി ഒന്നും കൂടി ഇല്ലല്ലോ. വെള്ളി നക്ഷത്രം. ഞാൻ വലിയ നക്ഷത്രം ഒന്ന് പറഞ്ഞു പോയി. അത് കറക്റ്റ് കിട്ടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ആ നക്ഷത്രം കഴിഞ്ഞപാട് ഇതിട്ട് ആ മുദ്രയിൽ തന്നെ എനിക്ക് ആ വെള്ളി കിട്ടി. അപ്പൊ പോയിന്റ് ലെവൽ എന്ന് പറയുന്നത് മെഗാ ടീമായ നമ്മുടെ ടീമിന് 2 പോയിന്റ്, ഇവർക്ക് 1 പോയിന്റ്. അത് എടുത്തു പറയുന്നു വേണ്ട. ആദ്യം ഭയങ്കര ടഫുള്ള സാധനം തന്നോണ്ടാണ്. ഇനി അടുത്ത ഒരു റൗണ്ട് കൂടി കേട്ടോ. രണ്ടാക്കും ഇനി അഭിനയിക്കേണ്ട ഞാനല്ലേ നമ്മുടെ സിമ്പിൾ. അടുത്ത പേര് പറഞ്ഞു കൊടുക്കട്ടെ. ഇളയമ ഈടുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചിരിക്ക പേര്. പക്ഷെ നമുക്ക് നിങ്ങൾക്കൊന്നുമില്ല. മതി. അടുത്ത് അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നാടോടി മണ്ണൻ. ഓക്കെ അല്ലേ? നടക്ക സമയങ്ങളില്ല കേട്ടോ. ഓളെ പറയാൻ വേണ്ടി മുട്ടി നിൽക്കുന്നുണ്ട് അവിടെ. നീ ഇത് കൊറേ പറഞ്ഞ തന്നെ. ജയിച്ചതിന്റെ ഇതാണ്. അല്ലല്ല 2.5. നെയിം ബോർഡ് കാണിച്ചോണ്ടിരിക്കണ്ട. വട്ടം തിരിച്ചിടാം. ടൈൽസ്. വട്ടം. ദോശ. മറച്ചിടുക. കുഞ്ഞു ബോൾ. വലിയ ബോൾ. ചെറുത്. ടൈല് തറ. അതിന്റെ കൊറേ കാടുണ്ട്. നെയ്ബർ. വട്ടോടാ. മാറ്റിപ്പിടി. ഒന്ന് വൃത്തിക്കൊന്ന് കണ്ട മുഖം ഒന്നുകൂടെ എന്നേം പറഞ്ഞില്ല. ആദ്യം കിട്ടി. ഇപ്പൊ ഇതൊക്കെയായിരുന്നു കളി. സമയം ആവാനായി. നീ 3 പോകും. ഇല്ല, ആവാനായി. അല്ല 1.5 ആയിട്ടുള്ളൂ. ഇനി 1.5 മിനിറ്റ് കൂടി. 1.5 മിനിറ്റ് കൂടി ഉണ്ട്. 1.5 മിനിറ്റ് ആയി. 3 മിനിറ്റ് മാക്സിമം. നീ പോയിക്കോ നിർത്തിയിട്ട്. എന്നാടാ ഇത്? വാക്കിംഗ് ചേഞ്ച്. കിട്ടും. ഓടിക്കോ. സമയം ആവാനാ. ഇതാ 30 സെക്കൻഡ് ഓടി. സമയായി. സമയം കൂടുതൽ പോയി കേട്ടിനാ. നമ്മളെ നേരത്തെ ഇത്ര സമയം എടുത്തില്ല. വായി കൊണ്ട് പറഞ്ഞു കൊടുത്തില്ല. അതിലിടക്ക് ഞാൻ ഇപ്പുറത്തെ സൈഡായി പോയി. എല്ലാം
അടുത്ത പറ ലോക്കൽ ഇനി പരമാവധി സിമ്പിൾ നോക്കിട്ട് ഒന്നാ കൊടുക്കാം അല്ലേ? സിമ്പിൾ സാധനം പറഞ്ഞു കൊടുത്തോ. സിമ്പിൾ സാധനം സിമ്പിൾ സാധനം ബാ നിക്ക് 2 2.5 ഞാനും നീയോ ഞാനോ അടിച്ച് പിരിഞ്ഞ് പിന്നെയും ചേർന്ന് ആ മറ്റേ ഇത് സിമെന്റ് വയ്ക്കണം നിർത്തിന്ന് മിണ്ടല്ലാന്ന് വീടിന്റെ പണിയെടുത്തില്ലേ സിമെന്റിന്റെ വലിയ കിട്ടിയ മോളെ ബ്രദർ എന്ന് പറഞ്ഞാൽ അനിയൻ അല്ലെങ്കിൽ ഏട്ടൻ അല്ലെങ്കിൽ കസിൻസ് അതെ എന്റെ മോനെ എത്ര പെട്ടെന്ന് കിട്ടി ഇത് പറഞ്ഞു കൊടുത്തിനോ എന്നൊക്കെ സംശയമുണ്ട് കേട്ടാ ചെറുതല്ല ചെറുതിന്റെ കുറച്ചും കൂടി ചെറുതിന്റെ കുറച്ച് വലുതല്ലേ അതായത് ഇവൻ ചെറുതായരുള്ള ഞാൻ അതായത് ഞാൻ ചെറുതായരുള്ള നമ്മൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് മനസ്സിലായ ചെറുതുണ്ടായേരം പണ്ട് നമ്മൾ കുളത്തുനിന്ന് കുളിക്കാനെല്ലാം പോയി ബാല്യകാല സഖി ഇത് കിട്ടി ബാലവേല കോയിക്കാല എടാ വായി തുറക്കുന്ന കള്ളം കഴിക്കുമ്പോ അമ്മ ക്യാമറ നിൽക്കുന്നു അതായത് ഏതാന്ന് കുപ്പിയാ അതായത് ഏതാന്ന് കുപ്പിയാ ഫുള്ളാ ഇരട്ടക്കുട്ടികളല്ല മമ്മൂട്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യും തുടക്കം മുതൽ എല്ലാ സിനിമയും പറ അടുത്തെത്തിയല്ലേ ആ ഇന്ന് അതായത് ഇന്നിന്റെ നാളെ തന്നെ ഇന്നത്തെ റൗണ്ട് ചെയ്തിട്ട് ഇന്ന് വരുക ഇവിടെ കുയിക്കുക അതന്നെ മോനെ ഇനി എന്നാ തോൽവി സംഭവിക്കുന്ന 5 മിനിറ്റായി അച്ഛനാണ് എനിക്ക് ഇഷ്ടം. അതന്നെ എന്റെ മോളെ ആടെ എന്നാണ് അച്ഛനും അച്ഛൻ അമ്മ ഏട്ടൻ അനിയൻ മക്കളായി മരുമക്കളായി അങ്ങനെ എത്ര ആളായി നിങ്ങളെന്തായിരുന്നു ആലോചിക്കുന്നേ നിങ്ങളോടല്ല കാരണം ഇവർക്ക് ടൈം ലിമിറ്റ് കൊടുക്കണ്ട അല്ലല്ല ലിമിറ്റ് കൊടുക്കണ്ട പറഞ്ഞാ മതി ഒന്ന് പറഞ്ഞാ മതി വാവോ വാവേ ആ കഴിഞ്ഞു 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 ഈ പൊട്ടത്തിലാണോളെ സിനിമ പേരെനിക്ക് ഓർമ്മ വരുന്നേ ഞാൻ അഭിനയിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയാൻ പറ്റുമോ നോക്കട്ടെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ ഏതായാലും വിട്ട് ഗെയിം കൂടി അവസാനിച്ചു നിങ്ങൾ തോറ്റു നോക്കട്ടെ ഇനി നിങ്ങൾ അറിഞ്ഞോണ്ട് പറയാണ്ട് കയറി ഉറപ്പല്ലേ ഞാൻ എന്റെ പേര് സംഗീത് ആള് മാറിപ്പോയി മോനെ നീ ജയിച്ചതിന്റെ കാരണം നിനക്ക് നീ മറച്ചിട്ട് കൊടുക്കും
ആ ദോശ ബഹുല ഒരേ മറിച്ചിട്ടോ കരിഞ്ഞി കുട്ടികളെ തിരിച്ചിട്ട് വീണ്ടും തിരിച്ചിട്ട് എന്തെന്ന് നീ ആ അല്ലല്ല അമ്മമ്മേനെ ഞങ്ങൾക്ക് ഇഷ്ടം നിന്നെ കൊണ്ടും ഇത് ഞാൻ എന്റെ അഭിനയം മോശമായിട്ടല്ലാതെ ഇപ്പൊ തിരിഞ്ഞ എനിക്ക് തിരിഞ്ഞാ ആർക്ക് ആ കാണിച്ചേരാ ഒലക്ക കാണിക്കാൻ പറ്റില്ല നീ തിരിച്ചിട്ടോണ്ടിരിക്കും കഴിയുന്നവരെ ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അഭിനയല്ല കുഴപ്പോ നീ ശ്രമിക്കേ ഇപ്പൊ എങ്ങനെയാന്ന് വിധീത് വല്ലാത്ത ചതീത് മനസ്സിലായില്ലേ ഇത് കുട്ടികൾ തന്നെ ഇവരങ്ങ് മമ്മൂട്ടി എത്തി മോഹൻലാൽ എത്തി ഉമ്മനല്ലേ ആർക്ക് കഴിയല്ല ഞാൻ ഛർദിച്ചിട്ട് വരെ കാണിച്ചു തന്നെ നീ ഒന്നും അങ്ങനെ പറയും ഈ കുട്ടികൾക്ക് ഒരു പിന്നെ അടുത്തൊരു പേര് ഒരു 1000 വട്ടം കുട്ടികളാരും നോക്കി കിട്ടുന്നില്ല. അപ്പൊ ഒന്നും പറയണ്ട ഇവൻ എന്നാ വെച്ചാ പറയട്ടെ. നമുക്കൊന്നും പറയാനൊന്നുമില്ല. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? ഇത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, എന്റെ അഭിനയത്തിൽ ഒരു കുറവുമില്ല. നിങ്ങൾക്ക് പറയുന്ന കാര്യമാണ് ടോപ്പാന്ന് ഞാൻ. പിന്നെ ചില സമയത്ത് നോക്ക് ഒന്നാമത് 2 കുട്ടികളല്ല അകത്ത് കരിയോ തൊട്ടില്ല മൈൻഡ് ഓൾറെഡി ഈ കുട്ടികളല്ല. ഓൻ പറയട്ടെ എന്നാ വെച്ചാ ആ ഒരു ടെൻഷനെല്ലാം കൊണ്ടുപോക്കുക എൻ്റെ ആ ഒരു അഭിനയം പിടിച്ചെടുക്കാനുള്ള ഇത് കിട്ടുന്നില്ല. അല്ലാണ്ട് അഭിനയം മോശമായിട്ടൊന്നല്ല. ജയിച്ചു ഉറപ്പിക്കാൻ ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. അതൊരു വല്ലാ സാധനമായി ആ തുമ്മില്. ഞാൻ കുട്ടികളെ എത്തിക്കാൻ വേണ്ടിട്ട് പര്യായം തേച്ചും പറഞ്ഞു. പക്ഷെ കുട്ടികള് മക്കള് എന്നുള്ള സാധനം അത് ഞാനും ഒന്ന് നോക്കി കിട്ടുന്നില്ല. അതാണ് ഞാൻ മമ്മൂട്ടി വരെ ഇത്രയും കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത്രയും ആക്കിയിട്ടുണ്ടല്ലോ, അത്രയും ഞാൻ കുത്തി കുറച്ചാക്കി. അപ്പൊ ഏതായാലും ഇനിയുള്ള ചാലഞ്ച് നമ്മൾ ഒറ്റക്കൊറ്റ കഴിച്ചു. ഓക്കെ നമ്മള് അതൊന്നും അങ്ങനെ ഒരു ടോക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വെറുതെ തോന്നിയാൽ വെച്ചാൽ നിങ്ങൾ കണ്ടും അടുത്ത് നല്ല അടിപൊളിയായിട്ട് കണ്ട വീഡിയോസ് ആയിരിക്കും ഇതിൽ മുന്നേ പല ആൾക്കാരും ചെയ്ത്. നമ്മളെ പിന്നെ എപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാം കലവിലായിരിക്കും. ഈ വീഡിയോ അങ്ങനെ തന്നെയാണ്, ഒരു കലവിലെ വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കമന്റിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടേനും ഒരു ചലഞ്ചിങ് വീഡിയോ വേണമെന്ന്. പക്ഷെ നല്ല രസമുണ്ടായി. നമ്മൾ നല്ല തമാശ ഇനി നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ഇതന്നെ നല്ല രസമുണ്ട് പരിപാടി അല്ലേ? പരിപാടി ഓക്കെയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കഴിച്ച ആവശ്യമില്ല, ഞാനില്ല, കാവൂല തുള്ളായ. അപ്പൊ അത്രയേ ഉള്ളൂ. വേറെ നമുക്ക് രസായില്ല വേറെന്നാപ്പാ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ സമ്മാനം കൊടുത്തില്ലെന്ന് ചോദിക്കട്ടാ. സമ്മാനം അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാല് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമ്മാനം അങ്ങനെ ഒരു ആവശ്യമില്ല. എൻ്റെ ഒരു ചിരി തന്നെ ഇവന് ധാരാളമായിരിക്കും. ഹാപ്പിയാന്ന് അതില് എനിക്കറിയാത്. അതുകൊണ്ട് അടുത്ത കിടിലൻ ചലഞ്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത ജയിക്കുന്ന ഞാൻ കണ്ടുപിടിച്ച് പഠിച്ചിട്ട് ഒരു ഗെയിമുമായിട്ട് വരും. എന്നിട്ട് ഞാൻ അറിയാത്ത പോലെ ഒരു ഗെയിം ചലഞ്ച് എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് വെച്ച പോലെ കളിച്ചിട്ട് ഞാൻ ജയിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരെ എല്ലാവരോടും ബൈ.